എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുരിങ്ങയ്ക്ക വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സവാള അരിഞ്ഞത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഇത് ഇവിടെ നന്നായിട്ട് തന്നെ വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എരിവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ച മുരിങ്ങയ്ക്ക ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. അപ്പോൾ കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട, കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഒരു 5 മിനിറ്റൊക്കെ മതിയാവും ഇത് വേവാനായിട്ട്. ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മുരിങ്ങയ്ക്ക വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ സമയം വേവിച്ചെടുത്താൽ ഇത് ഉടഞ്ഞു പോകും. അപ്പോൾ ഇനി തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇത് ചോറിനൊപ്പം കഴിക്കാനെങ്കിൽ. അപ്പോൾ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. അപ്പോൾ അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു രീതിക്ക് കിട്ടണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേവിച്ചെടുത്താൽ മാത്രമേ ഈ ഒരു രീതിയിൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒന്നായിട്ട് ഉടഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇതുണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.